അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നത്തെ വർക്കിൻ്റെ വീഡിയോ ആട്ടോ. അപ്പോൾ നമുക്കന്ന് പുത്തമ്പള്ളിയിലായിരുന്നു വർക്ക്. അതിന് തൊട്ട് മുന്നുള്ള കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് നല്ലോണം ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം, എന്താ പറയുക, ഉറക്കല്ലായ്മ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വർക്കിന് പോയത്. അങ്ങനെ പുത്തമ്പള്ളിയിലെത്തി നമ്മൾ ഹാളൊക്കെ തപ്പിപ്പിടിച്ച് വന്നപ്പോൾ കുറച്ചധികം സമയം വൈകി. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടന്നാൽ മതി. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള കറണ്ട് പോയേക്കായിരുന്നു. ലൈറ്റില്ല, ഫാനില്ല, ഉള്ളിലാണെങ്കിൽ ഭയങ്കര ചൂട്. അപ്പം അതൊരു സിറ്റുവേഷൻ. ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. എല്ലാവരും വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ എന്തായി സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹാള്. ഭയങ്കര ഗ്രാൻഡ് പരിപാടി എന്ന് വെച്ചാൽ ഗ്രാൻഡ് പരിപാടിയായിരുന്നു. അപ്പോൾ ഇനി വൈകിക്കേണ്ടെന്ന് വെച്ചാൽ നമ്മൾ റെഡി ആവാൻ തുടങ്ങി. അപ്പോഴേക്കും എന്തോ ഭയത്തിന് ലൈറ്റ് ഫാനൊക്കെ വന്നു. അത് നമ്മൾ റെഡിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ പോയിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. അല്ലെങ്കിൽ ഞാൻ അവിടെ വീഴും, കാരണം ഒന്നുമില്ല എൻ്റെ വയറ്റില്ല. പിന്നെ ആൾക്കാരൊക്കെ വന്ന് നമ്മൾ ഫംഗ്ഷനൊക്കെ തുടങ്ങി, നമ്മൾ ഡാൻസ് കളിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. നമ്മൾ നേരെ പോയിട്ട് വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. പിന്നെ എന്തൊരു വൈറ്റ് സാധനം എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്നിട്ടാണ്. പിന്നെ സ്റ്റാർട്ടേഴ്സ് കഴിച്ചു. സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ബർഗർ ഉണ്ടായിരുന്നു, പിസ്സ ഉണ്ടായിരുന്നു, മോമോസ് ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ മൂന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോമോസ്. അതുകൊണ്ട് തന്നെ ഞാൻ 3 മോമോസ് കഴിച്ചു. അപ്പോൾ ഓൾറെഡി അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഏകദേശം ആയി. പിന്നെ അച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ മെയിൻ ഫുഡിലേക്ക് കടന്നു. ഈ കാണുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഞാനിന്ന് കഴിച്ചു. ഇതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും എടുത്തില്ല, ഇത്ര എടുത്തുള്ളൂ. പിന്നെ ഐസ്ക്രീം, ഗുലാബ് ജാമ്, പുഡിങ്, പിന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. ഇതെല്ലാം കഴിച്ചിട്ട് ഒരു ഇരിപ്പാണ്. വയറ്റിലൊരു ഇച്ചിരി സ്ഥലം ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾറെഡി നല്ല ക്ഷീണത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ ഡബിൾ ക്ഷീണമായി. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് തലച്ചായ്ച്ചാൽ മതി, ഒന്ന് കിടന്നാൽ മതിയായി. പിന്നത്തെ ടെൻഷൻ ഇത്ര നല്ല ഏസിലേന്ന് ആ ചൂടത്തേക്ക് ഇറങ്ങണമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിരുന്നു. എനിക്കാണെങ്കിൽ ബസ്സിൽ കയറിയിട്ട് ഒരു സീറ്റും കിട്ടി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു തമ്പുരാനെ. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഞാൻ ഇരുന്ന പണി ഞാൻ ഉറങ്ങിപ്പോയിട്ടെ. അപ്പോൾ അപ്പുറത്തെ ചേച്ചി എനിക്ക് തോളൊക്കെ തന്ന് കുച്ചൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഉറങ്ങി. ആ ചേച്ചിക്ക് ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ ബസ് ഇറങ്ങി ഒരു ഉപ്പ് സോഡ കുടിച്ചു. അങ്ങനെ വീട്ടിലെത്തി നല്ലോണം റെസ്റ്റ് എടുത്ത് വൈകിട്ടായപ്പോൾ അച്ഛനൊരു കുപ്പി സ്പ്രൈറ്റ് മേടിച്ചിട്ടുണ്ടെന്നു. അപ്പോൾ അതും കുടിച്ചു. പിന്നെ ഈ ഒരു സാധനം ഞാൻ തിന്നിട്ട് അത് രാവിലെ ഉണ്ടാക്കിയാണ്, ഞാൻ അതപ്പോൾ തിന്നു. അപ്പോൾ അത്രയുള്ളൂ. നിർത്തി. ബൈ.